ഇന്ന് പറയാൻ പോകുന്ന ഒരു കോമഡി കഥയാണ്. എന്നിട്ട് കഥയിലെ താരം എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പോൾ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട പട്ടയാണിത്. പട്ടയെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, മദ്യമല്ല, പനംപട്ട. ഇതൊക്കെ പല ദൂരദേശങ്ങളിലൊക്കെ ഈ പനയും ചെത്തുന്നുണ്ട്. മുളയൊക്കെ രണ്ട് സൈഡിൽ വെച്ച് കെട്ടി ആണ് ചെത്തുന്നത്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണിത്. ഇലയപ്പം. ചില സ്ഥലങ്ങളിൽ 40 വയസ്സിന് ശേഷമൊക്കെ വലസവടി എന്നൊക്കെ പറയും. അപ്പോൾ ആ വലസത്തിൻ്റെ കാണുന്നത് വലസവടി രാവിലെയാണത്. അപ്പോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഇവിടെങ്ങുമല്ല, അങ്ങ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന പ്രദേശത്ത് ഒരു ആറിൻ്റെ സൈഡിലാണ്. അത് ഭയങ്കരമായ ഒരു മരമുണ്ടായിരുന്നു ആറ്റിൻ്റെ സൈഡിൽ. അപ്പോൾ സ്ഥിരം അവിടെ ഒരു ആന വലത്തിൽ നിന്നും ഒരു പിടിയാന, അമ്മണിക്കുട്ടി എന്ന് പേരുള്ള ഒരു പിടിയാന വെള്ളം കുടിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു മരത്തിലാണ് അണ്ണാനും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ ഈ അണ്ണാൻ്റെ പേര് അടിച്ചട്ടമ്പി എന്നായിരുന്നു അണ്ണ അറിയപ്പെടുന്നത്. ഭയങ്കര അടിക്കാരനായിരുന്നു. ആ ദേശത്തുള്ള അണ്ണാത്തി പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതി, അവ ഒട്ടിച്ചിട്ടടിക്കാത്ത ഒരു മരങ്ങളുമില്ല. അവൻ ചില്ലെന്ന് പറഞ്ഞ് പറന്ന് ജയിക്കും. അങ്ങനെ അവനൊരു മോഹം, ഈ ആനയൊന്ന് ഒരു പൂശിയാലോ ഒന്ന്. പൂശെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഇപ്പം എന്താ പറയുക, തിരുവനന്തപുരം പല സിറ്റികളിലും പൂശാൻ പ്രത്യേക റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എറണാകുളം അതിൻ്റെ പൂശി കേന്ദ്രമെന്നാണ് പറയുന്നത്. വിദേശത്ത് കുറേ ആൾക്കാർ ഇത് പൂശാൻ തന്നെ പോകുന്നുണ്ട്. പൂശി തന്നെ സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന ഇത്രയും കുടുംബങ്ങളുണ്ട്. അതൊക്കെ ജോലിയുടെ ഭാഗങ്ങൾ, മനുഷ്യരല്ലേ, ജീവിച്ചാലല്ലേ പറ്റുമോ. അങ്ങനെ വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേന് ഇവന് വിചാരിച്ച് ഒരു പൂശണം, അതിനെന്താ കാര്യം. അങ്ങനെ എന്ന് പറഞ്ഞു, അമ്മണിക്കുട്ടി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര മോഹമെന്ന് പറഞ്ഞു. അമ്മണിക്കുട്ടി ഒരു ചിഹ്നം വിളിച്ച് പോടാ എൻ്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞു. എൻ്റെ പൂടയ്ക്ക് തുല്യം ഇല്ലാത്ത നീ എന്നെ എന്തോ ചെയ്യാനാണെന്ന് ചോദിച്ചു. ഈ കിണറ്റി വീണാൽ നീ എന്നാ നീന്തി കയറുന്നതെന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് പോയി. അണ്ണാന് ദേഷ്യമായി. അണ്ണാനൊന്നും നോക്കിയില്ല. നല്ല നായ്ക്കുറിനെ പടന്ന് കിടപ്പുണ്ടായിരുന്നു. അവനതിൽ ചെന്ന് അതിലെ കുരുവെല്ലാം കൂടി പൊട്ടി വീണ് കിടപ്പുണ്ടായിരുന്നു. അറിയാമല്ലോ, നായ്ക്കുറിയുടെ പവർ അറിയാമല്ലോ. പുരുഷൻ്റെ മിസൈലിന് ഭയങ്കര ശക്തിയായിരിക്കും. പിന്നെ പടപടയെന്ന് പട്ടാളക്കാർ വെടിവെക്കുന്നിട്ട് വെടിവെക്കാൻ പറ്റും. അത്രയ്ക്ക് പവറുള്ള സാധനം അത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലാറി ചാടിയാൻ വീണ് ലോഡറൊക്കെ വന്ന് ലാറിക്കകത്ത് കയറി മുരിങ്ങ മാനിയാട്ടങ്ങ് തട്ടി. മുരിങ്ങയ്ക്ക് അറിയാമല്ലോ, അതും പുരുഷന് പറ്റിയ സാധനങ്ങൾ തന്നെയാണ്. ഇതും തട്ടിയിട്ട് ഇവനെ വാക്ക് നോക്കിയിരുന്നു. ഇവരെ എന്നാണ് ഇവനെ ഒന്ന് ഞാൻ ശരിയാക്കുന്നതെന്ന് വെച്ചിരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ കാണാം, ഇവൾ വെള്ളം കുടിക്കുക എന്നും വരുന്നതിൻ്റെ സ്ഥലം മാറി വേറൊരു സ്ഥലത്ത് പുഴയുടെ വക്കയിൽ പോയിരുന്നു. അമ്മണിക്കുട്ടി തുമ്പിക്കയൊക്കെ ഇട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അണ്ണാൻ പെല്ലെ ഒന്നും നോക്കിയില്ല. എന്തോ കാര്യത്തിന് വാല് മുകളിലോട്ടുണ്ട് മടക്കി വെച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ഇത് തരം കണ്ട അണ്ണാൻ ചാടി വീണ് അവളെ ബാക്കിലോട്ട് ചാടി വീണ് അങ്ങോട്ട് നിന്നതും തൊട്ടടുത്ത് തെങ്ങുകളുണ്ടായിരുന്നു. തെങ്ങിൽ നിന്നൊരു ഭയങ്കരമായൊരു മടൽ വന്ന് ആനയുടെ മുതുകത്ത് തന്നെ വീണു. ആന ഒരു ചിഹ്നം വിളി എന്നൊരു വിളി വിളിച്ച്. അപ്പോൾ അണ്ണാൻ ചോദിച്ച്, അമ്മണിക്കുട്ടി എങ്ങനെ ഉണ്ടടി, നിനക്ക് കടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ കടുക്കൂലെന്നല്ലേ പറഞ്ഞത്. ഈ അണ്ണ അവിടെ വന്ന് ഒട്ടിയിരിക്കുന്നതും പൊട്ടക്കിണറ്റിലോട്ട് എന്തോ ഒക്കെ കാണിച്ച് കാട്ടിക്കൂട്ടുന്നതൊന്നും ഈ ആന അറിയുന്നേ ഇല്ല. പക്ഷേ ആ മടൽ വീണു ആ വിളിയും കേട്ടപ്പോൾ അണ്ണാൻ പേടിച്ച് എൻ്റെ അടിയേറ്റ് അവൾ മടുത്തേ. അണ്ണാന് സന്തോഷമായി. പിന്നെ അണ്ണാൻ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അണ്ണാൻ ചില്ലിന്ന് വിളിച്ചുകൊണ്ട് നടന്നു. അതായി ഈ അണ്ണാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ആനയെ അറിഞ്ഞ് നൂത്തേ, ആനയെ അടിച്ച് കടുപ്പിച്ച ഏകജീവി ഞാനാന്നേന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഈ അണ്ണാൻ ചില്ലെന്ന് പറഞ്ഞു. ഇതൊരു തമാശ കഥയായിട്ട് കണ്ടാൽ മതി. വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണ്. തമാശ അല്ലാത്തവർ അല്ലാതെ കാണാം, എന്നാലും കുഴപ്പമില്ല. SK കേരള ഇന്ത്യ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കഥകളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ അണ്ണാൻ്റെ ആനയുടെയും പാർട്ട് 2 ഒരു കഥയുണ്ട്. അതിൻ്റെ സിറ്റുവേഷനിൽ ചെന്നാലേ അത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അവിടെ അതിനുള്ള വാക്കില്ല. ഓക്കെ, എല്ലാവർക്കും ഒരു ചെറുകഥ.